നിനക്കെന്താ ഒരു ടെൻഷൻ? എന്തോ ഒരു വലിയ കാര്യം നിന്റെ മനസ്സിൽ കിടന്ന് പുകയുന്നുണ്ട്. എന്താടാ പ്രശ്നം? എവിടേക്കാ നീ മാഡം കൂടെ പോയത്? പറയാച്ചാ, എന്റെ ചില സംശയങ്ങള് ഞാൻ അച്ഛനോട് ചോദിക്കാനിരിക്കായിരുന്നു. നീ പേടിക്കണ്ട, അവരൊന്നും ഇവിടെ ഇല്ല. വന്നാ രാധ മാത്രമേ വരൂ. നീ കാര്യം പറ. ഇന്നലെ ഞാനും മാഡം കൂടി ഒരു കാഴ്ച കണ്ടച്ചാ. സത്യം പറഞ്ഞ ഞങ്ങള് ഞെട്ടിപ്പോയി. ആ ഞെട്ടലിപ്പോഴും മാറിയിട്ടില്ല ചാ. അച്ഛന് ഇയാളെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ആളെ ഒരുപക്ഷെ നേരിൽ കണ്ടാ എനിക്ക് മനസ്സിലാവും. ഒരു കാര്യം സത്യ, വർമ്മ സാർ എത്ര കണ്ട് നല്ലവനാണോ അതിന് നേരെ വിപരീത ഈ അംബിക. അവരൊരു ഭയങ്കര സ്ത്രീയാ. ചോരക്കറ പുരണ്ട ഒത്തിരി കഥകളുണ്ട് അവരുടെ പിന്നിൽ. ആ പൂട്ടിയിട്ടിരിക്കുന്ന ആളാരാണെന്നും എന്തിനാണ് അംബിക അയാളെ പൂട്ടിയിട്ടിരിക്കുന്നതും നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ആ, എനിക്കെന്തെന്നില്ലാത്ത പേടിയുണ്ടടാ. ആർദിക മാഡത്തെ കൊല്ലാൻ പോലും അംബിക മടിക്കില്ല. അന്നത്തെ ആ കേസ് അതെനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. വർമ്മ സാറിനെ പോലെ ശാന്തശീലനായ ഒരു മിനിസ്റ്റർ അല്ലായിരുന്നെങ്കിൽ എനിക്കിരിക്കാൻ കസേര പോലും ഉണ്ടാവില്ലായിരുന്നു. സത്യസന്ധയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് ഞാൻ. തെറ്റുപറ്റിയത് മിനിസ്റ്റർക്കാണെങ്കിലും വെറുതെ വിടരുതെന്ന് ഞാൻ ചിന്തിച്ചു. അന്നങ്ങനെ പറ്റിപ്പോയി. ഞാൻ മിനിസ്റ്ററോട് സോറിയും പറഞ്ഞതാ. സാറിനത് പ്രശ്നമല്ലായിരുന്നു. പക്ഷേ സോറി പറഞ്ഞാൽ മാറുന്നതല്ലല്ലോ ഞാൻ അദ്ദേഹത്തിന് നൽകിയ അപമാനം. ആ ഒരു തെറ്റുപറ്റിയത് കൊണ്ട് തന്നെ വർമ്മ സാറിന്റെ മകളോടും PA-യോടും എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. കാര്യം എന്താ പറഞ്ഞോളൂ. മാഡം, പറഞ്ഞ പെട്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു കാഴ്ചയാ ഞങ്ങൾ ഇന്നലെ കണ്ടത്. അതെ, ആളൊഴിഞ്ഞൊരു വീട്ടില് ഒരു സ്ത്രീയും അവരുടെ ഗുണ്ടകളും ചേർന്ന് ഒരാളെ കെട്ടിയിട്ടിരിക്കുന്നു. വാട്ട്? ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് മാഡം. വെറുതെ കെട്ടിയിട്ടിരിക്കുകയല്ല, കാലില് ചങ്ങലയിട്ട് പൂട്ടിയിട്ടിരിക്കുക. അയാളെ ആ സ്ത്രീയും കുറെ ഗുണ്ടകളും ചേർന്ന് തല്ലിക്കൊല്ലാറാക്കിയിരിക്കുന്നു. ആ സ്ത്രീ ആരാണെന്ന് അറിയാമോ? അറിയാം. അവരുടെ പേര് അംബിക. അംബിക? ആരാണ് ഈ അംബിക? അവരെന്റെ അമ്മായിയ, എന്റെ അച്ഛന്റെ സിസ്റ്റർ. അതായത് വർമ്മ സാറിന്റെ പെങ്ങൾ. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? ഇതൊരു പുലിവാലാവുമല്ലോ. മിനിസ്റ്ററുടെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ ഇതൊരു കുടുംബ പ്രശ്നമായി മാറില്ലേ? കുടുംബ പ്രശ്നങ്ങളായാലും ഇതൊക്കെ നീതിക്ക് നിരക്കാത്തതല്ലേ മാഡം? നിയമം കയ്യിലെടുത്തല്ലേ അവരിതൊക്കെ കാണിക്കുന്നത്? എക്സാക്ട്ലി. ഈ ജില്ലയുടെ പരമാധികാരിയാ ഞാൻ. എന്റെ ജില്ലയില് ഞാനിത് അനുവദിക്കില്ല. എന്തൊക്കെയാ നിങ്ങൾ അവിടെ കണ്ടത്? ഒന്ന് വിശദീകരിക്കൂ. മാഡം പറയേ, മാഡം പറയേ. ഇനി ഒട്ടും താമസിപ്പിക്കണ്ട, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ശരി മാഡം.
അല്ല, അത് പറഞ്ഞില്ല. മറ്റൊരു വാർത്ത നിന്നോട് പറയാനുണ്ട്. ഒരു സന്തോഷ വാർത്ത. നിന്റെ കൂട്ടുകാരന്റെ മകളും അവളുടെ കാമുകനും കൂടി നിന്നെ രക്ഷിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അവര് നിന്നെ കണ്ടെത്താനേ നിന്നെ ആദ്യം ഇട്ടിരുന്ന സ്ഥലത്ത് വന്നിരുന്നു. എന്താ, അവര് നിന്നെ രക്ഷിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോന്ന്? എന്നെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ അംബികെ. നീ കുഴിച്ചു മൂടിയിട്ടിരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും ഒരിക്കൽ പുറത്തു വരും. എന്റെ പ്രതാപന്റെ മകൾ എല്ലാ സത്യങ്ങളും ഒരു ദിവസം അറിയും. ഹ്, അവളെല്ലാം അറിയുന്ന ദിവസം നിന്റെ അവസാനമായിരിക്കും. യാതൊരു സംശയമില്ല. ചോര കാണുന്നതേ എനിക്ക് ലഹരിയാണെന്ന് നിനക്കറിയാലോ. എന്നെ കൊണ്ട് ഒരു കൊലപാതകം കൂടി നീ ചെയ്യിപ്പിക്കരുത്. അറിയാം, മനുഷ്യനെ കൊല്ലാൻ നിനക്കൊരു മടിയില്ലെന്ന് എനിക്കറിയാം. പത്മാവതിയുടെ അച്ഛനും MLA ആയിരുന്ന പാവം മഹാദേവ് വർമ്മേ. നിർത്തടാ. പറ ദീപകേ. അമ്മേ, ആ പത്മാവതി ഗോഡൌണിൽ നിന്ന് രക്ഷപ്പെട്ടു. ഏ?